മറ്റ് നടന്മാരെ പോലെ കോടികൾ ബാങ്ക് ബാലൻസ് ഇല്ലാത്തൊരു നടനാണ് നമ്മുടെ സലീം കുമാർ. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു സിനിമയ്ക്ക് ഇത്ര എമൗണ്ട് വേണം എന്ന് നിർബന്ധം പിടിക്കാറില്ല. അദ്ദേഹം കഥാപാത്രങ്ങളെ നോക്കി, സുഹൃത്തുക്കളെ നോക്കി, സുഹൃത്തുക്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആണ് അദ്ദേഹം പൈസ വാങ്ങിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാറിന് സമ്പാദ്യമൊന്നുമില്ല. സലീം കുമാറിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ആ വീട്. ആ വീടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ മൂപ്പര് തുടക്കത്തിൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ചെറിയൊരു വീട്, പക്ഷെ ആ വീട് 6000 സ്ക്വയർ ഫീറ്റ് വീടായി മാറി. അതാളൊരു സ്വപ്നമായിരുന്നു, അതങ്ങനെ ചെയ്തു. അദ്ദേഹം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം 200 ആശാരിമാർ 2 കൊല്ലമായിട്ട് അവിടുത്തെ തേക്കിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആ വീട് പണിതത്. 62 സെൻറ്റിലാണ് ആ വീട് ഇരിക്കുന്നത്. മൂപ്പർക്ക് 6-7 മക്കളുണ്ടായിരുന്നവർ. അതിലേക്ക് സലീം കുമാറിന് കിട്ടിയുള്ള തറവാട് വീടാണ്. പക്ഷേ അവിടെ വീട് പണിയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ 62 സെൻറ്റ് സ്ഥലം മേടിച്ചത്. എന്നിട്ട് അവിടെയാണ് വീട് പണിതത്. വെള്ളപ്പൊക്കത്തിന് സലീം കുമാറിൻ്റെ വീട് വരെ മുങ്ങി. അടിയിലത്തെ നിലയിലൊക്കെ വെള്ളം വന്നു. പക്ഷേ ആ നാട്ടുകാരെല്ലാവരും 2ാമത്തെ നിലയിലാണ് എല്ലാവരും സലീം കുമാർ കയറ്റി താമസിപ്പിച്ചത്. വലിയൊരു മനസ്സല്ല അതൊക്കെ. അപ്പോൾ അത്രയും ഒരു നന്മ നിറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പൈസ മുഴുവൻ എങ്ങടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടി. ആ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് സിനിമകൾ വളരെയധികം കുറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോമഡി സിനിമയ്ക്ക് വിളിക്കുന്ന ആൾക്കാർ വിളിക്കാണ്ടായി. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഈ കോമഡി റോളിലേക്ക് വിളിച്ച ആൾ വരില്ല എന്നുള്ള ധാരണയിൽ അദ്ദേഹത്തിന് ആരും വിളിക്കാണ്ടായി. കോമഡി റോളിലേക്കും വിളിക്കുന്നില്ല, സീരിയസ് റോളിലേക്കും വിളിക്കുന്നില്ല. ഈ വീട്ടിലിരിപ്പായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം തമിഴിൽ പോയത്. തമിഴിൽ ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചു, നല്ല കാശൊക്കെ കിട്ടി. ഇവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി പൈസ അവിടെ കിട്ടി. പിന്നീട് ദിലീപും കാര്യങ്ങളൊക്കെ, ദിലീപിൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ടാണ് വീണ്ടും സലീം കുമാറിനെ സിനിമയിലേക്ക്, ഇവിടുത്തെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് മൂപ്പർക്ക് ഏറ്റവും നല്ല ഹാസ്യ നടനുള്ള അവാർഡ് കിട്ടി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം കുറേ ബിസിനസ്സുകൾ നടത്തി. ആ ബിസിനസ്സുകളൊക്കെ ഒന്നും ഗതി പിടിച്ചില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം സിനിമ ബിസിനസ്സാണ് മെയിനായിട്ട് നടത്തിയത്. ഇദ്ദേഹം നന്നായിട്ട് കഥ എഴുതും, സംവിധാനം ചെയ്യുന്നത് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ 2-3 സിനിമകൾ ഇദ്ദേഹം എടുത്തു. അതൊന്നും തിയേറ്ററിൽ കണ്ടില്ല, വെളിച്ചം കണ്ടില്ല, കാശ് കുറേ നഷ്ടപ്പെട്ടു. അതിൽ ജയറാമിനൊക്കെ നായകനായിട്ട് ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. ഇതൊന്നും പുറം ലോകം അറിഞ്ഞുമില്ല, കണ്ടുമില്ല. മൂപ്പര് ആ രോഗം വന്നതിന് ശേഷം ഉണ്ടായുള്ളൊരു കസർത്താണ് അതൊക്കെ കാണിച്ചത്. പക്ഷേ ആൾക്ക് ഒരു നല്ലൊരു മനസ്സ്, അത് വലിയ തിയേറ്ററിൽ വലിയ കളക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുടക്ക് മുതലെങ്കിലും തിരിച്ച് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്തതൊന്നല്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു സിനിമ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും